അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖത്ത് പോലും നോക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും. കേട്ടിട്ട് തന്നെ എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. എങ്കിൽ അതൊരു കാഴ്ച തന്നെ ആയിരിക്കും. തൊട്ടടുത്ത സീറ്റിലിരുന്നിട്ടും മിണ്ടാനും ആശയവിനിമയം നടത്താനും കൈ കൊടുക്കാൻ പോലും ഇരുവരും തയ്യാറായില്ല. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. രാജ്ഭവനിലെ ചായ സൽക്കാരം മുഖ്യമന്ത്രിയും ബഹുഭൂരിപക്ഷം മന്ത്രിമാരും ബഹിഷ്കരിച്ച് മടങ്ങി. ഒറ്റ അടി വെച്ചിരിഞ്ഞ ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ലേ? അല്ല, നമുക്കൊക്കെ പിള്ളേരില്ലേ? അസാധാരണ പോർവിളിക്കിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും മിണ്ടുമോ എന്നുള്ളതായിരുന്നു പ്രധാന ആകാംക്ഷ. കണ്ടില്ലേ, കാണികള് ത്രില്ലടിച്ച് നിൽക്കണേ. പക്ഷെ വേദിയിലേക്ക് ചെറുചിരിയുമായി എത്തിയ പിണറായി വിജയനെ കണ്ട ഭാവം നടിച്ചില്ല ഗവർണർ. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കുട്ടിക്കും. ഇരുന്നത് അടുത്തടുത്ത സീറ്റിൽ, പക്ഷെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അമർഷത്തിൽ ഇരുവരും. കല്ലൂസന്റെ തട്ട. എന്താടാ നീ എന്നെ നോക്കുന്നേ? നേർക്ക് വാടാ. ഇനി അവസാനം എന്തെങ്കിലും സംസാരിക്കുമോ എന്നായിരുന്നു അടുത്ത നോട്ടം. പക്ഷെ ദേശീയ ഗാനം തീർന്നതോടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ ഗവർണർ വേദി വിട്ടു. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. അതെനിക്കിഷ്ടമില്ല. പിന്നാലെ ചായ സൽക്കാരത്തിൽ നിൽക്കാതെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക്. ഒരിഞ്ചും വിട്ടുവീഴ്ചയില്ലെന്ന വ്യക്തമായ സന്ദേശം നൽകൽ കൂടിയായി മാറി ഇരുവരും കട്ടക്കലിപ്പിലുള്ള അസാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അങ്ങനല്ലേ പാടുള്ളൂ. ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.